السلام عليكم ورحمة الله وبركاته. സൗണ്ട് ക്ലിയർ ആണോ? ഓഡിയബിൾ ആണോ? അതെ ക്ലിയർ. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأصلي وأسلم على خير خلق الله الأمين وعلى آله وأصحابه الغر الميامين وأهل بيته الطيبين الطاهرين وأزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، اللهم انفعنا بما علمتنا وعلمنا بما ينفعنا وزدنا علما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا. മേലാ റബ്ബ് സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ ജീവിതത്തിൽ പാലിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, നേരത്തെ ബഹുമാന്യനായ യഹ്യ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ലോകത്തിന്റെ പല കോണിലുള്ള ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ച് കൂടുമ്പോൾ, പല ആവശ്യങ്ങളുടെ പേരിലും പരസ്പരം സഹകരിക്കുമ്പോൾ, ദീനിന്റെ പേരിൽ വിശിഷ്യ ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ വർഗത്തിന് എന്തൊന്നിന്റെ പേരിലാണ് ഒരുമിച്ച് കൂടാൻ ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ അഹ്ലുകാരായി, അള്ളാഹുവിന്റെ അഹ്ലുകാരായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഏറെ ബഹുമാന്യരായ ഹാഫിദീങ്ങളെ, ഹാഫിദത്തുകളെ, ഖുർആൻ സ്നേഹികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണല്ലോ ദീനുമായിട്ടുള്ള ബന്ധം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ് ദീനിന്റെ അറിവ് പഠിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ പഠിക്കുന്ന അറിവിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഖുർആനാണ് എന്നുള്ള വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമർ, നിങ്ങളിൽ നല്ലവർ എന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഈ ഹദീസൊക്കെ നമ്മൾ ധാരാളമായി കേട്ട് തഴമ്പിച്ചവരാണ്. അതിന്റെ പേരിലാണ് നമ്മൾ ഖുർആൻ പഠിച്ചത്, ഇങ്ങനൊരു സദസ്സിൽ കൂടിയിരിക്കുന്നത് തന്നെ. എന്നിരുന്നാലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനുഷ്യന്റെ മേൽ ലളിതമാക്കി തന്ന ഒരു കാര്യമാണ്. ഖുർആൻ പഠിക്കുക. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ഖുർആൻ അത് എളുപ്പമാക്കിയിട്ടുണ്ട്, പഠിക്കാൻ ആര് തയ്യാറുണ്ടെന്നാണ് റബ്ബ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചെറിയ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ വളരെ ഒഴിഞ്ഞ ഒരവസ്ഥയിൽ ഒരു ജീവിതത്തിന് മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ ഖുർആനിന്റെ പഠനം ആളുകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അങ്ങനെ ഖുർആൻ അത് മനഃപ്പാഠമാക്കുന്ന അവസ്ഥ നമുക്ക് സർവ്വസാധാരണമാണ്. എത്രത്തോളം വെച്ചാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ അടുത്ത് ഒരു കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിച്ച സമയത്ത് പറഞ്ഞത്, പുതിയ പാഠം ഹിഫ്ള് പഠിക്കുന്ന നേരം 8 പേജുകളൊക്കെ ഡെയിലി അദ്ദേഹം, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, 9 വയസ്സ് പ്രായം ഇപ്പൊ കുട്ടിക്ക് ഉള്ളൂ, പഠിക്കുന്ന സമയത്ത് അതിനേക്കാൾ കുറവാണ്. അപ്പൊ 8 പേജുകളൊക്കെ ഡെയിലി കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, കാരണം അത് അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത ഒരു കാര്യമാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ പഠനം അതൊരു തലമാണ്, ഹിഫ്ള് ഒരു തലമാണ്. എന്നാൽ മുഹാഫള എന്നുള്ളത് അത് വേറെ തന്നെ ഒരു ലോകമാണ്. ഖുർആൻ ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആകാശഭൂമികളെ പഠിച്ചു പരിപാലിക്കുന്ന, സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അള്ളാഹു ഖുർആൻ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ മനഃപ്പാഠമാക്കി കഴിഞ്ഞ ഖുർആനെ നിലനിർത്തുക എന്നുള്ളത് ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ശ്രമകരമായ ഒരു കാര്യമാണ്. അത് വളരെ അധികം കഠിന പരിശ്രമം നടത്തിയാലല്ലാതെ നമുക്കത് സാധ്യമാകുന്നതേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ, ഒട്ടകം അതിന്റെ കടിഞ്ഞാണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ വേഗതയിൽ ഖുർആൻ മനുഷ്യരിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വളരെ വേഗത്തിൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വേണ്ട രീതിയിൽ ഖുർആനെ പരിചയിച്ചിട്ടില്ലെങ്കിൽ,
അതിനാവശ്യമായ സമയം നമ്മൾ അതിന് നൽകിയിട്ടില്ലെങ്കിൽ, അതിനാവശ്യമായ പരിഗണന നമ്മളതിന് നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഖുർആൻ നമ്മളെ വിട്ടു പോകുന്നതാണ്. നമ്മൾ വിട്ടുപോകുന്നതാണ്. കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥ നമ്മൾക്ക് ഉണ്ടായിത്തീരും. ഇവിടെ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഖുർആനെ ഉപേക്ഷിച്ചതാണോ അത് ഖുർആൻ നമ്മളെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെന്താ വിചാരിക്കുക, ഞാൻ തിരക്കായതുകൊണ്ട്, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് തിരക്കുകളുണ്ട്, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, എല്ലാവർക്കും ചോറും കറി വെക്കണ്ടേ, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എത്ര കച്ചവടത്തിൽ എത്ര തിരക്കുകളുണ്ട്, എത്ര ആവശ്യങ്ങളുണ്ട്, അതിന്റെയൊക്കെ പേരിൽ ഞാൻ തിരക്കായി പോയതാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് സമാധാനപ്പെടുന്നുണ്ട്. തിരക്കൊഴിഞ്ഞിട്ട് എന്താക്കാം, ഖുർആൻ മുറാജഅ ചെയ്യാം. പ്രിയപ്പെട്ട ഹാഫിദീങ്ങളെ, ഹാഫിദത്തുകളെ, ഖുർആൻ നമ്മളെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, നമ്മൾ ഖുർആനെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല. എവിടെയോ നമ്മൾ ഖുർആനിന് യോഗ്യരല്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോട്ടങ്ങളോ, നമ്മുടെ സംസാരങ്ങളോ, നമ്മുടെ പ്രവർത്തനങ്ങളോ, നമ്മുടെ ചിന്തകളോ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, പരിശുദ്ധ ഖുർആന്റെ പരിശുദ്ധതയ്ക്ക് യോജിക്കാത്ത രീതിയിൽ നമ്മുടെ സംസാരങ്ങളായി മാറിയിട്ടുണ്ട്, നമ്മുടെ ചിന്തകളായി മാറിയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മാലിന്യങ്ങൾ നിറഞ്ഞ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്നതല്ല. നമ്മുടെ കയ്യിൽ ഏറ്റവും വില, ഞാൻ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കൂല, അത് ഏതെങ്കിലും ചവറ്റുകൊട്ടയെ വലിച്ചെറിയൂല. ഏറ്റവും സേഫായ, നീറ്റായ, ഏറ്റവും ഭദ്രമായ ഒരു സ്ഥലത്ത് തന്നെ വെക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അമൂല്യമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്തിയിരിക്കുന്ന മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ സംസാരം, ഇത്രയും മഹത്വവൽക്കരിച്ച പരിശുദ്ധ ഖുർആൻ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധമല്ലെങ്കിൽ അള്ളാഹു സൂക്ഷിക്കുമെന്നുള്ളത്? നമ്മുടെ ഹൃദയം അതിനെ പരിശുദ്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഇൽമിന്റെ പാത്രമായ അള്ളാഹു ഖുർആൻ നിക്ഷേപിക്കുന്ന സ്ഥലമായ നമ്മുടെ ഹൃദയം നമ്മൾ പരിശുദ്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഖുർആൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിലയിലുള്ള പരിശ്രമങ്ങൾ, അതിനാവശ്യമായ നിലയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ അസീസാണ്, വളരെ മഹത്വമുള്ള, വളരെ ഇസ്സത്തുള്ള ഒന്നാണ് ഖുർആൻ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ വളരെ എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന, അല്ലെങ്കിൽ ആളുകളൊക്കെ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്നു, അങ്ങനെ ഒരു ജാഹും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സമയമുള്ളപ്പോൾ അയാൾ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ചിന്തിക്കുക. നമുക്ക് സമയമുള്ളപ്പോ ആ കാര്യം നടക്കട്ടെ എന്നാണ് ചിന്തിക്കുക. അല്ല, നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ സമയത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഷെഡ്യൂളുകൾ മാറ്റും. അയാളെ കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ എണീക്കും, അയാളെ കാണാൻ വേണ്ടി രാത്രി വരെ കാത്തു നിൽക്കും. കാരണം നമ്മുടെ ആവശ്യം സാധിച്ചെടുക്കണം. അപ്പൊ അയാൾക്കനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഷെഡ്യൂളുകൾ മാറ്റും, നമ്മുടെ ആവശ്യങ്ങൾ മാറ്റും, നമ്മുടെ യാത്രകൾ മാറ്റും, നമ്മുടെ എല്ലാം മാറ്റി വെക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കി, ഖുർആൻ അസീസാണ്, ഖുർആൻ മഹത്വമുള്ള ഒന്നാണ്. ആ ഖുർആനിന് വേണ്ടി നമ്മൾ നമ്മുടെ ഷെഡ്യൂളുകളെ മാറ്റാതെ, അതിനുവേണ്ടി സമയം കണ്ടെത്താതെ എക്സസ് ടൈമിൽ ഖുർആൻ പഠിക്കാം. ഖുർആൻ ബാക്കിയുള്ള ഫضലായിട്ടുള്ള സമയത്ത് ഖുർആൻ തിരിച്ചു പിടിക്കാമെന്ന് സാധിച്ചാൽ അതും സാധ്യമാകുന്നതല്ല. ഖുർആൻ ഇസ്സത്തുള്ള ഒന്നാണ്, ഖുർആൻ ഇസ്സത്തുള്ള ഒന്നാണ്. അതിന് എന്ത് ചെയ്യണം? ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, നമ്മളുടെ തിരക്കുകൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ ഷോപ്പിംഗ്, നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കൽ, നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് എന്നാ പിന്നെ കുറച്ച് സമയം ഖുർആന് മാറ്റിയൊക്കെ വിചാരിച്ചാലോ? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു സമയം കിട്ടൂല. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്താണെന്നറിയോ? നമ്മൾ തന്നെയാണ്. നല്ല ശരിക്കും ഹാഫിദുകൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈപിടിച്ച് ചിന്തിച്ചു നോക്കി, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമുക്ക് ആഗ്രഹമുണ്ട് അല്ലെ, നമുക്ക് ഖുർആൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്താക്കുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ ട്രിപ്പും കഴിഞ്ഞ്, നമ്മുടെ ബഹളവും കഴിഞ്ഞ്, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് എന്താക്കാം? ഖുർആൻ നമുക്ക് മുറാജഅ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ നീണ്ടു പോകും. അപ്പം ഖുർആനിനെ അതിന്റെ ആദരവ്, അതിനനുസരിച്ചുകൊണ്ടുള്ള ആദരവും ബഹുമതിയും നൽകാതെ, അതനുസരിച്ചുകൊണ്ടുള്ള മഹത്വം ഖുർആന് നൽകാതെ നമുക്കൊരിക്കലും അത് തിരിച്ചു പിടിക്കാൻ സാധ്യമാകുന്നതേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, വൈകുന്തോറും നമ്മൾ താമസിപ്പിച്ച് എന്തായി? ഒരുപാട് താമസിച്ചു പോയി, ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഇത് വൈകുന്തോറും എന്താണ്? തിരിച്ചു പിടിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ പലപ്പോഴും
ഹാഫിളീങ്ങളെ നമുക്കറിയാം ചില പേജൊക്കെ ഖുർആന്റെ വളരെ യാദൃശ്ചികമായിട്ട് പള്ളിയിൽ പോയ സമയത്ത്, അല്ലെങ്കിൽ വല്ലപ്പോഴും വളരെ യാദൃശ്ചികമായിട്ടൊന്ന് മറിച്ചു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇങ്ങനൊരു പേജ് ഖുർആനിലുണ്ടോ, ഇങ്ങനെ ആയത്തുകൾ ഖുർആനിലുണ്ടോ എന്നടക്കം ചിന്തിച്ചു പോകുന്ന അവസ്ഥ. കാരണം അഥവാ നമ്മൾ ഖുർആനിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ഖുർആനിൽ അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥ മനുഷ്യന് വരാനില്ല എന്നുള്ളതാണ്. ഇത്രയ്ക്കും വലിയ സൗഭാഗ്യം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന് ശേഷം നമ്മളുടേത് മാത്രമായ അശ്രദ്ധ കൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആൻ കൊടുക്കേണ്ട ബഹുമതി കൊടുക്കാത്തത് കൊണ്ട്, പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാത്തത് കൊണ്ട്, ഖുർആൻ നമ്മളുടെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ദുനിയാവിൽ നമ്മുടെ സമയം നഷ്ടമായി. ആലോചിച്ച് നോക്കി, നമ്മൾ ഹിഫ്ള് സ്ഥാപനങ്ങളിൽ പോയിട്ട് എങ്ങനെയാണ് പഠിച്ചത്? ഇപ്പോഴും നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, നമുക്ക് വ്യത്യസ്ത സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കി, ഒരു പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന അധികം ആളുകളും ഹാഫിളുകളായിട്ടുണ്ടാവുക ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പഠിച്ച സമയത്ത് രാവിലെ തഹജ്ജുദിന്റെ സമയം മുതൽ രാത്രി 10-10:30 വരെ നമ്മുടെ പണി എന്താണ്? ഖുർആന്റെ മുന്നിൽ കുത്തിരിക്കലാണ്. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യലാണ്. അതിങ്ങനെ പാരായണം ചെയ്ത് അത് പഠിക്കലാണ്. ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 2-3-4 വർഷങ്ങൾക്ക് ഖുർആന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ട് ഇപ്പോ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം നഷ്ടമായില്ലേ? ഈ സമയം നഷ്ടമായി എന്നുള്ളത് മാത്രമാണോ? നമ്മൾ ഖുർആനെ ഹജർ ചെയ്തവരായി മാറിയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഹജർ ചെയ്യാന്ന് പറഞ്ഞാൽ? ഖുർആനെ ഉപേക്ഷിച്ചവരായി, ഖുർആനെ പുറന്തള്ളിയവരായി, ഖുർആനെ അവഹേളിച്ചവരായി, ഖുർആനിനെ പുറംകാലം കൊണ്ട് തട്ടിയെറിഞ്ഞവരായി നമ്മൾ മാറിയില്ലേ? നാളെ ആരുടെ അടുക്കൽ നിന്നാണോ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നമുക്ക് ഷഫാഅത്ത് നമുക്ക് പ്രതീക്ഷ വെക്കുന്നത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പരാതി പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹു ഖുർആനെ ഹജർ ചെയ്തവരാണ് എന്ന് നമ്മൾക്കെതിരെ ലോകത്തിന്റെ വസന്തം, ഹൃദയങ്ങളുടെ സമാധാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ സാക്ഷി പറയുമ്പോൾ, നമുക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നാളെ ഹാഫിളീങ്ങളാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ, പലതരത്തിലുള്ള ബഹുമതികൾ നേടിയെടുത്ത നമ്മൾ നാളെ മഹ്ശറ മഹാസംഗമത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ടും ഈ വർച്ചക്കി എന്ന് പറയുമ്പോൾ, പാരായണം ചെയ്യുക, ഉയർന്നുകൊണ്ടേയിരിക്കുക, ദർജകൾ ഉയർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര മോശപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ താജുൽ വഖാർ കാത്തു നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടി, പരിസരത്തുള്ളവർക്ക് കിട്ടി, പക്ഷെ നമുക്കത് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടം, മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിക്കൂടാ. ഖുർആൻ ഞാൻ സ്വന്തം പാരായണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഇൻഷാ അല്ലാഹ് സമയമുണ്ടല്ലോ ഇല്ലെങ്കിൽ തിരിച്ചു പിടിക്കാം എന്നുള്ള ചില ചിന്തകൾ നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സ്വന്തത്തോട് ചെയ്യുന്ന കളവാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനെ തിരിച്ചു പിടിക്കാൻ നമ്മൾ തയ്യാറാക്കണം. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബറകല്ലാഹു ഫീക്, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൽമു പഠിക്കുക എന്നുള്ളത്, വിഷയ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊരിക്കലും ഒരു മനുഷ്യന്റെയും ബുദ്ധിയുടെയോ ശക്തിയുടെയോ ഒഴിവിന്റെയോ കഴിവിന്റെയോ കുടുംബത്തിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്താണ്? തൗഫീഖിന്റെ അടിസ്ഥാനത്തിലാണ്. ബഹുമാന്യനായ ശൈഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഈ വിഷയം ധാരാളമായി പറയാറുണ്ട്. നമുക്ക് ഇൽമു പഠിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ബാഹ്യമായ ഒരു കഴിവിന്റെയും പേരിലല്ല, മനുഷ്യന്റെ ഒരു കഴിവിന്റെയും പേരിലല്ല, റബ്ബിന്റെ തൗഫീഖോട് കൂടി മാത്രമാണ്. അതുകൊണ്ട് ആകാശഭൂമികൾ അധിപനായ, സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നവനായ, ഖുർആൻ അവതരിപ്പിച്ചവനായ, അങ്ങേയറ്റം കരുണാ കടാക്ഷം ചെയ്യുന്നവനായ റബ്ബിലേക്ക് നമുക്ക് ഖേദിച്ച് മടങ്ങാം, റബ്ബിനോട് കൂടുതൽ അടുക്കാം, അള്ളാഹുവോട് ചോദിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്നു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. തുടർന്നുള്ള നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ ഈ ഒരു വെബിനാറിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനും കേൾക്കുന്നതിനും ഉപരി പരിശുദ്ധ ഖുർആനുമായി ആത്മാർത്ഥമായ ബന്ധം പുലർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലൂടെ അള്ളാഹു ഉയർത്തിയ ഒരു സമൂഹത്തിൽ പെടുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ അനുകൂല സാക്ഷി പറയുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.